ഹലോ ഗായ്സ്, വെൽക്കം ടു സ്നേഹം സ്നേഹം സ്നേഹതീരം. ഡെമോക്രാറ്റിക് രാജ്യമായ നമ്മുടെ ഇന്ത്യയിൽ ഫാസിസം തുപ്പുന്ന ഒരുപറ്റ സമൂഹത്തിനിടെ പെട്ടുപോയൊരു ഹതഭാഗ്യയാണ് ഞാൻ. അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ആരംഭിക്കാനാണ് എനിക്ക് താല്പര്യം. മറ്റൊന്നുമല്ല പറഞ്ഞു വരുന്നത്, ഈ കഴിഞ്ഞിടയ്ക്ക് ഇറങ്ങിയ നമ്മുടെ എമ്പുരാൻ എന്ന സിനിമ, അതേ തുടർന്നുണ്ടായ ചർച്ചകളും കോളിളക്കങ്ങളും സെൻസറിങ്ങും റീസെൻസറിങ്ങും എന്തൊക്കെ ബഹളങ്ങളല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആശയ സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളും എല്ലാം നൽകുന്ന നമ്മുടെ ഈ രാജ്യത്ത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു ചർച്ചയുടെ കോളിളക്കത്തിൻ്റെയൊക്കെ വലിയൊരു ആവശ്യമുണ്ടോ? നമുക്കറിയാം, ഒരു വ്യക്തിയുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തുന്ന രാജ്യം അതിൻ്റെ ഭാവിയെ തന്നെ അടിച്ചമർത്തുക എന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അല്ലെങ്കിൽ തന്നെ ഈ ഫാസിസം എന്ന് പറയുന്നത് എവിടെയായാലും ഒരു ശവപ്പറമ്പ് തന്നെയാണ്. ഈ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ കണ്ട ഒരു കാണി എന്ന നിലയിൽ എനിക്കതിലൊരു റീസെൻസറിങ്ങിൻ്റെ ആവിഷ്കാരം ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇവർ ഈ പറയുന്ന പോലെ ചരിത്രം വളച്ചൊടിച്ചു, അതിൻ്റെ ഒരു വശമേ കാണിച്ചുള്ളൂ, ഒരു സമൂഹത്തെ മാത്രമേ കുറ്റപ്പെടുത്തിയിട്ടു എന്നൊക്കെ പറയുമ്പം രണ്ട് വശങ്ങളും കാണിക്കുന്ന പല പടങ്ങളും ഉണ്ട് ഇല്ലേ? സബർമതി എക്സ്പ്രസ് ഈ പറയുന്ന ചരിത്രത്തിൻ്റെ മറ്റൊരു വശം കാണിക്കുന്ന സിനിമയാണത്. ഞാൻ അത് കണ്ടൊരു വ്യക്തിയാണ്. ഇവർ ഈ പറയുന്ന പോലെ ആ സിനിമയിലെ ചില സീൻസ് എന്നല്ല, ചില നഗ്ന സത്യങ്ങൾ കട്ട് ചെയ്ത് കളയണം. ചില പേരുകൾ അതവർക്ക് പാടെ മാറ്റണം. ഈ പേരുള്ളവരൊക്കെ തന്നെ ജയിൽ മോചിതരായി പുറത്ത് വന്ന് പബ്ലിക്കായിട്ട് ഞങ്ങളിത് ചെയ്തതാണ്, അതെങ്ങനെയാണ് ചെയ്തത് എന്നൊക്കെ വ്യക്തമായിട്ട് പറയുന്ന വീഡിയോസൊക്കെ ഇപ്പോഴും നമ്മുടെ യൂട്യൂബിലും ഇവിടെ എല്ലാം അവൈലബിൾ ആണ്. പിന്നെ ആരെയാണ് ഈ സംരക്ഷിക്കാൻ നോക്കുന്നത്, ആരെ ഭയന്നാണ് ഈ ഓടുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല. ഇവരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്ന കുറച്ച് ചരിത്രങ്ങളുണ്ട്, അത് നമ്മൾ വിഴുങ്ങണം. ആ ചരിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. കേരള സ്റ്റോറി, കാശ്മീർ ഫയൽസ്, ഗാന്ധി ഗോഡ്സെ, പിന്നെ ആർട്ടിക്കിൾ 370, ഇതൊക്കെയാണ് ഇവരുടെ ചരിത്രം. മനസ്സിലായോ? ആ പടങ്ങളൊക്കെ ഇറങ്ങിയപ്പോൾ എന്താണ് ഈ കട്ടിങ്ങും സെൻസറിങ്ങും ഒന്നും വേണ്ടായിരുന്നു. നമുക്കറിയാം, കേരള സ്റ്റോറി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പേര് തന്നെ ഇട്ടുകൊണ്ട് നമ്മുടെ തന്നെ ഒരുപറ്റം സഹോദരങ്ങളെ മോശക്കാരാക്കി കാണിക്കുന്ന ആ ഒരു സിനിമ, സത്യം പറഞ്ഞാൽ അതൊക്കെയല്ലേ വളച്ചൊടിക്കൽ. നമ്മുടെ സംസ്ഥാനത്തിന് ഒരു വിലയും നിലയൊക്കെ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരു എല്ലാത്തിനും ഒത്തൊരുമിച്ച് നിൽക്കുന്ന, ജാതി മതഭേദമന്യേ ഒന്നായി നിൽക്കുന്ന ഒരു കൂട്ടരും നമുക്കൊരു വെളിപ്പേരുണ്ട്. അതിനെ കളങ്കപ്പെടുത്തിക്കൊണ്ടാണ് ആ സിനിമ ഇറങ്ങിയത്. അന്ന് സെൻസറിങ്ങും വേണ്ട, ചർച്ചകൾ വേണ്ട, കട്ടിങ് വേണ്ട, മ്യൂട്ടിങ് വേണ്ട, ഒന്നും വേണ്ടായിരുന്നു. ആ ആളുകൾ ഇപ്പം ഇത്ര കോലാഹലം സൃഷ്ടിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനീ പറഞ്ഞ പോലെ സബർമതി എക്സ്പ്രസ് ഇറങ്ങിയ സമയത്തും ഇങ്ങനൊരു ചർച്ചകളോ സിനിമ ബഹിഷ്കരിക്കണമെന്നോ മ്യൂട്ട് ചെയ്യണമെന്നോ സീൻസ് കട്ട് ചെയ്യണമെന്നോ ഒന്നും അന്നും ആരും പറഞ്ഞു കേട്ടില്ല. ഇനി അഥവാ നിങ്ങൾക്ക് എമ്പുരാനിൽ കണ്ട സീൻസിൽ എന്തെങ്കിലും സാമ്യം തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഭയക്കുന്നത്? അത് നടന്ന സംഭവമല്ലേ. കാരണം നമുക്കെല്ലാം ചരിത്രങ്ങളെല്ലാം അറിയാവുന്നതാണ് അല്ലേ? ഗോദ്ര ട്രെയിൻ കത്തിച്ച സംഭവങ്ങളും അതേ തുടർന്നുണ്ടായ നരോദാപ്പട്ടി നടന്ന കൂട്ടക്കൊലയും കലാപങ്ങളും എല്ലാം നമുക്കറിയാവുന്നതാണ്. അപ്പം എന്താണ് ഇവർ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നത്? അല്ലെ അതിൽ എന്ത് തെറ്റ് പ്രദർശിപ്പിച്ചു എന്നാണ് ഈ പറയുന്നതെന്നൊന്നും അത് കണ്ടൊരു കാണി എന്ന നിലയിലോ അല്ലെങ്കിൽ ചരിത്രം അറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലയിലോ എനിക്കത് മനസ്സിലാവുന്നില്ല. ഈ എമ്പുരാൻ എന്ന് പറയുന്നത് പറഞ്ഞ പോലെ ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. മെഴ്സൽ ഇറങ്ങിയ സമയത്ത് നമ്മൾ കണ്ടതാണ്. വിജയ് അവസാനം ക്ലൈമാക്സിൽ പറയുന്ന കുറച്ച് ഡയലോഗ്, അതും ഈ പറയുന്നവർക്ക് ആർക്കും തന്നെ ബോധിച്ചിട്ടില്ല. നഗ്ന സത്യങ്ങൾ പറയുന്നവരെ ഇവർക്ക് ബോധിക്കില്ല, അതാണ് സത്യം. സത്യം പറഞ്ഞാൽ ആ സിനിമയുടെ ക്ലൈമാക്സിൽ പറയുന്നതും വളരെ കഴമ്പുള്ള കാര്യങ്ങളാണ് അല്ലേ? ഇവിടെ നടക്കുന്ന കാര്യങ്ങളാണ്, പച്ചയായ സത്യങ്ങളാണ്. അതും ദഹിക്കാൻ ബുദ്ധിമുട്ട്. അതേപോലെ തന്നെ പത്മാവതി ഇറങ്ങിയ സമയത്ത് ദീപിക പതുക്കോൺ നേരിട്ട സൈബർ ബുള്ളിംഗ് ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പം നമ്മുടെ ആശയ സ്വാതന്ത്ര്യത്തെയോ അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെയോ ഒന്നും ചങ്ങലക്കിട്ടതുകൊണ്ട് ഈ ചരിത്രങ്ങളൊന്നും മറച്ചു വയ്ക്കാൻ നമുക്ക് പറ്റില്ല. അത് കുഴിച്ചു മൂടപ്പെടത്തുമില്ല. സിനിമയെ നമ്മൾ എപ്പോഴും സിനിമയായിട്ട് തന്നെ കാണാൻ പഠിക്കണം. കാരണം എനിക്ക് തോന്നുന്നത് ഈ ആശയാവിഷ്കരണങ്ങൾക്കൊക്കെ അത്രമേൽ സ്വാധീനം ജനങ്ങളിൽ ചെലുത്താൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരു പറ്റ സമൂഹമുണ്ട്. അവരാണ് ഈ അന്ത്യചർച്ചകളുടെയും പ്രശ്നങ്ങളുടെയും ഒക്കെ പിന്നിൽ. അവരാണ് ഇതിനെ ഭയക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ഈ ഫാസിസ്റ്റുകൾ ജനങ്ങളെ ഭയപ്പെടുത്താനാണ് നോക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അവർ തന്നെ ഒരു ഭീതിയിലാണ് ജീവിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആ ഒരു ഭയത്തിൻ്റെയൊക്കെ ഒരു വെപ്രാളവും
ഇതുമൊക്കെ ആയിരിക്കണം ഈ കാണിക്കുന്ന കോലാഹലങ്ങളും ചർച്ചകളും റീസൺസറിങ്ങും ഒക്കെ. ചട്ടക്കൂട്ടങ്ങൾ ഇനി എത്ര തന്നെ മാറി മറിഞ്ഞ് വന്നെന്ന് പറഞ്ഞാലും ചരിത്രത്തിൻ്റെ അവശേഷിപ്പുകളൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. പിന്നെ ഞാൻ ഈ പറയുന്നത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, അല്ലാതെ ഒരുപറ്റം സമൂഹത്തെ അടിച്ചാക്ഷേപിക്കാനോ ഐസൊലേറ്റ് ചെയ്ത് കാണിക്കാനോ വേണ്ടിയിട്ടൊന്നും അല്ല. കാരണം ഒരു എന്താ പറയുന്നത്, ഒരു ജനാധിപത്യ സമൂഹത്തിൽ അതിനെ തകർക്കാൻ കുറച്ച് പേര് ശ്രമിക്കുമ്പോൾ അതിങ്ങനെ നോക്കി നിൽക്കുന്നത് നമുക്ക് തന്നെ ഒരു നാണംകേടാണ്. അതെനിക്കൊരു നാണംകേടായിട്ട് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വന്ന് പ്രതികരിക്കുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ട്. ബൈ.